ഈശ്വര, രത്നപ്രഭ. രാഹുലും ഉണ്ടല്ലോ. ഇന്ദ്ര, ഒന്നിങ്ങി വന്നേ. എന്താമ്മേ? എന്താമ്മേ? എന്താ? ഇന്ദ്ര, ആ പയ്യൻ ആരാണെന്ന് അറിയോ? ഇല്ല. ഇന്ദുവിനെ ആദ്യം കല്യാണം കഴിക്കാനിരുന്ന ഡോക്ടറാ അത്. ഓ, അപ്പൊ ആ കൂടെയുള്ളതോ? അതറിയില്ല. വെൽക്കം. ആഫ്റ്റർ ലോങ് ടൈം. US ന്ന് എത്തുന്ന അറിഞ്ഞു, പക്ഷേ ഇവിടെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അറിയിക്കാതെ വരുന്നതിലല്ലേ സർപ്രൈസ് ഉള്ളൂ. സാവിത്രി സുഖാരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ഇത് അനന്ത മാഷ്. സാവിത്രിനെയൊക്കെ പഠിപ്പിച്ച അധ്യാപകനാ, ഞങ്ങളുടെ ബന്ധു കൂടിയാണ്. നമസ്കാരം മാഷെ. നമസ്കാരം. അല്ല രാഹുലെ, നീയും കൂടെ അറിഞ്ഞോണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കിയത്? അല്ല അങ്കിളെ, ആന്റി നിർബന്ധിച്ചോണ്ട് മാത്രാ ഞാൻ വന്നത്. രാഹുലിന് ഇങ്ങോട്ട് വരാൻ വലിയ ചമ്മലായിരുന്നു. മാഷെ, ഇത് രത്നപ്രഭയാണ്. ഓ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് വരും. അയ്യോ സമയമായല്ലോ. ലേറ്റ് ആക്കണ്ട, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് പോവാം. വരും വരും വരും. മോളെ, മാഷിന്റെ കാല് തൊട്ട് അനുഗ്രഹമാണ്. അനുഗ്രഹമായിക്കേ. നന്നായി. സ്റ്റേജിലേക്ക് വരാം. വരാം. പ്ലീസ് മോളോടൊപ്പം വരൂ. രാഹുൽ, എല്ലാവർക്കും ഞാൻ ഇന്ന് ക്ഷണിക്കാതെ വന്നൊരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഇത് രത്നപ്രഭ. US ജോലി ചെയ്യുന്നു. വളരെ പ്രസിദ്ധിയായൊരു ഡോക്ടറാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുടുംബവുമായി രത്നപ്രഭ ഒരു ഡീൽ വെച്ചിരുന്നു. ചില തെറ്റിദ്ധാരണകൾ മൂലം ഞങ്ങൾക്കതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എന്തായാലും ഞങ്ങളോട് വെറുപ്പോ അകൽച്ചയോ കാണിക്കാതെ എൻ്റെ മകളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ചീഫ് ഗസ്റ്റിനെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സച്ചി സാറിന്റെ കുടുംബവും ഞാനും തമ്മിലുണ്ടായിരുന്ന ഡീൽ എന്തായിരുന്നു എന്ന് കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. കഴിഞ്ഞ ഇയറിൽ ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോ ഇന്ദുവിന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാന്ന് സച്ചിക്ക് വാക്കു കൊടുത്തിരുന്നതാ. പക്ഷെ അന്ന് ഇന്ദുവിന്റെ വുഡ്ബിയായി ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഈ രാഹുലിനെയായിരുന്നു.
എന്തുകൊണ്ടോ ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ചിലപ്പോ ഇങ്ങനെ നടക്കണമെന്നായിരിക്കും വിധി. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് വിധിയില് അത്രയ്ക്കൊന്നും വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. എങ്കിലും പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കുമ്പോ നമ്മള് മനുഷ്യര് കണ്ടെത്തുന്നൊരു റീസൺ ആണല്ലോ വിധി. എന്നാൽ ഇന്ദുവിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവും എന്ന വാക്ക് ഞാൻ പാലിക്കുക. നാളെ രാവിലെ ഇന്ദുവിന്റെ താലികെട്ട് കഴിയുന്നത് വരെ ഞാനുണ്ടാവും. എന്റെ കൂടെ ഡോക്ടർ രാഹുലും ഉണ്ടാവും. ഇന്ദു മോളെ, ഹൗ സ്വീറ്റ്. താങ്ക്സ് ആൻറ്റി.